ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, ഈ കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകൾ ഉണ്ട്. ഓഫ് കോഴ്സ്. ഓക്കെ, എന്തായാലും ഒരു കിടിലൻ മത്സരം ഞങ്ങൾ കാഴ്ചവെക്കുന്നതാണ്. മത്സരത്തിന് ചൂടില്ല, ഒരു പവർ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതിന്റെ ആ റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെന്തായാലും പവറാക്കും, കട്ടക്ക് മത്സരിക്കണം. തീർച്ചയായിട്ടും വീറും വാശിയോടെ മത്സരിക്കണം. അടിച്ചാൽ കുഞ്ചിയാ ഓടിക്കും. കുഞ്ചിയാ അങ്ങനെ ഒരു സാധനം കൊണ്ട് അതെന്താന്ന് തെളിയിച്ചിട്ട് ഇനി മുന്നോട്ട് പോയാൽ മതി. കുഞ്ചി കുഞ്ചി എന്താണ്? ഞാൻ എന്തിനാണ് അത് പറഞ്ഞത്? തോന്നുന്നറിയോ? അതായത് വന്നത് ആഗ്രഹിച്ചത് മറ്റൊന്ന്, ഞാൻ കേട്ടത് ഇത്, പക്ഷെ അവർ എനിക്ക് കൊടുത്തത് അപ്പൊ കൂ വെച്ചിട്ട് എന്തോ ഒരു സാധനം വന്നു. അപ്പൊ അത് പറഞ്ഞാൽ ശരിയാവില്ല. വളരെ പെട്ടെന്ന് എന്ത് ചെയ്ത് ആള് ട്വിസ്റ്റ് ചെയ്തു, മാറ്റി, അക്ഷരം മാറ്റി. കുഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ മറ്റേ ഇനിയിപ്പോ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നിന്നാ കിഴി എപ്പിസോഡ് നടക്കൂല, ഇതിന്റെ ഡീറ്റെയിലിംഗ് നടക്കുള്ളൂ. അല്ല, സംഭവത്രേ ഉള്ളൂ. ഓൻ പറഞ്ഞ വാക്ക് മാറ്റിയിട്ട് ഓനത് മാറ്റാൻ ഉദ്ദേശിച്ച വാക്ക് ഏതാന്നുള്ളത് എനിക്കറിയാം. കുഞ്ചി ആയിരുന്നില്ല, കുറ്റി. നമ്മൾ പറയാറുണ്ട് അല്ല കുറ്റികൾ തരും, കുറ്റിയടിച്ചു കൊടുക്കുന്ന സംഭവം. ഈ കുറ്റിന്ന് ഉദ്ദേശിക്കുന്ന തന്നെ കേട്ടോ കുഞ്ചിന്നും പറയണത്. മതി. ഓനൊരു കുറ്റിയിൽ ഇത് കെട്ടിയിട്ടുണ്ട്. ഇപ്പൊ സെറ്റ്. എന്നാ തുടങ്ങാം. ഇന്ന് ടോസും വിളിച്ചിട്ടേ തുടങ്ങുള്ളൂ. ടോസ് എടുത്തിട്ടേ തുടങ്ങുള്ളൂ. ടൈല് അല്ലേ? എടുത്തോ, കുട്ടി എടുക്ക്, കുഞ്ചി എടുക്ക്. കുഞ്ചി അമ്മ കഞ്ചി മക്കളാണ്. അഞ്ചാമനോമന കുഞ്ചുവാണ്. ഫസ്റ്റ് എന്താ രണ്ട് പോത്തുകൾ ഇരുന്നിട്ട് വിടുതലൈ പാർട്ട് 2 സിനിമയുടെ ഡ്യൂറേഷൻ ഒക്കെ പുറത്തു വരുന്നുണ്ട്. കേട്ടിട്ട് കണ്ണിങ്ങനെ തള്ളിയിരിക്കുകയാണ്. 4 മണിക്കൂർ 4.5 മണിക്കൂറാണെന്ന് പറഞ്ഞ സിനിമേന്റെ ഡ്യൂറേഷൻ. സന്തോഷായി. ഈ 4.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ 4 മണിക്കൂർ 50 മിനിറ്റും ആയിരിക്കണം അവർ ഉദ്ദേശിച്ചിട്ടുള്ള. അങ്ങനെ അല്ലെങ്കിൽ 4 മണിക്കൂർ 5 മിനിറ്റും. എന്താണെങ്കിലും ഇതിപ്പം 2 പാർട്ടായിട്ട് ഇറക്കാനുള്ള പ്ലാനിങ്. അല്ലാതെ ഇപ്പൊ ആരെങ്കിലും തിയേറ്ററിൽ പോയിരുന്നു കാണും 5 മണിക്കൂർ സിനിമയൊക്കെ? ശരിയാണ്. അങ്ങനെ പോവുകയാണെങ്കിൽ കൊടയും വടിയും ചട്ടിയും കാലമൊക്കെ എടുത്ത് പോകേണ്ടി വരും തിയേറ്ററിൽ. അവിടെ ഇരുന്ന് എല്ലാ പരിപാടികളും മൊത്തം അവിടെ. എന്റെ പൊന്നെ, എന്താണെങ്കിലും 2 പാർട്ടാക്കിയിട്ട് സീരിയസ് ആയിട്ട് ഇറക്കാനുള്ള പ്ലാനിങ് ആണെന്നാണ് കേൾക്കുന്നത്. അതും ഒരു സിനിമയുടെ 2ാം ഭാഗം വന്ന സിനിമ ഇനി 2 എടുക്കണം. അത് മാത്രല്ല, ഈ ചെയ്തു വെച്ചിരിക്കുന്നത് 2 പാർട്ടായിട്ട് എങ്ങനെ പുറത്തു വരുന്നറിയോ? അതായത് നമ്മുടെ വിജയ് സേതുപതിയുടെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്, അത് ഒരു പാർട്ട്. മഞ്ജു വാര്യറും വിജയ് സേതുപതിയൊക്കെ ഉള്ളത്. പിന്നെ ഫസ്റ്റ് പാർട്ട് ഇറക്കിയില്ലേ, അതിന്റെ ബാക്കിയായിട്ടുള്ള ഒരു പാർട്ടായിട്ട് സൂര്യ വരുന്നത്. ഇതിന്റെ മറ്റൊരു ഭാഗം. അങ്ങനെ മൊത്തം അപ്പൊ 3 ഭാഗങ്ങളാവും. അങ്ങനെയെങ്കിൽ അങ്ങനെ അത് മതി, 3 ആക്കിയാ മതി. അല്ലാണ്ട് എന്താണ് നടക്കൂല. അടുത്തത് നിലാവുക്ക് എന്മേലെ എന്നടി കോപം. സിനിമയുടെ അത് നമ്മുടെ ധനുഷ് സ്ക്രിപ്റ്റ് ഒരുക്കി സംവിധാനം ചെയ്യുന്ന അടുത്ത സിനിമ കേട്ടോ. നമ്മുടെ യങ്സ്റ്റേഴ്സാണ് ഇതിൽ അഭിനയിക്കുന്നത്. ഇതിൽ പ്രിയങ്ക മോഹൻ ഒരു കാമിയോ ചെയ്യുന്നുണ്ട്. ആളാണ് ഇതിൽ ഒരു സോങ്ങിൽ വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഫസ്റ്റ് സിംഗിൾ വരുന്നുണ്ട്, ഗോൾഡൻ സ്പാരോ. അതാണ് ഈ ഫസ്റ്റ് സിംഗിൾ. അതെന്ന് വരും എന്നുള്ളതൊക്കെ ഉടനടി കാണാം. അപ്പോൾ കാമിയോ പ്രിയങ്ക മോഹൻ. താങ്ക്സ് ഒക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടുണ്ട്. ചുമയുണ്ട് കേട്ടോ, അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകണത്. വേറൊന്നും വിചാരിക്കരുത്. കുഞ്ചില്ലേ, അതിന് താഴെ അതൊക്കെ കുഞ്ചി വേറെ ലെവലാണ്. കുഞ്ചിനെ തോൽപ്പിക്കാൻ ഒരാളിനി ഇവിടെ വന്നു. കുഞ്ചിയെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ഇല്ല മക്കളെ. സ്ത്രീ 2 സിനിമയുടെ 10 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 505 CR. ഗംഭീരം മത്സരം. ഒരു സ്ത്രീ പ്രധാന വേഷത്തിലെത്തിയ സിനിമ. 500 അതാരോടെ പറഞ്ഞു കൊടുക്കുന്നത്? 505 കോടി കളക്ട് ചെയ്തിരിക്കുന്നു. അതോ ബോളിവുഡ് അങ്ങ് താഴെ തട്ടി കിടക്കുന്ന ബോളിവുഡ് ഇൻഡസ്ട്രി. അത് ഈ 2024 കാര്യമാണ് പറഞ്ഞത്, അല്ലാണ്ടല്ല കേട്ടോ. അല്ല, ആദ്യമൊക്കെ അവര് തന്നെയായിരുന്നു. പക്ഷെ ഇടക്കൊക്കെ നല്ലത് വരും, അത് വേറെ കാര്യം. പക്ഷെ കൂടുതലായിട്ടും അവിഹിതങ്ങളിൽ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണത്.
അവിഹിതം അല്ലെങ്കിൽ വെറും പ്രേമം? നീ അങ്ങനെ ആ ഇൻഡസ്ട്രീനെ അവിഹിതം എന്നൊന്നും പറഞ്ഞ് കളിയാക്കല്ലളിയാ. ഇപ്പത്തെ അവസ്ഥ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോ അവരൊക്കെ മാന്യന്മാർ, അവര് സിനിമയിൽ മാത്രമേ ഇതൊക്കെ കാണിക്കുന്നുള്ളൂ. അല്ല ആണോ അല്ലയോ? അടുത്ത കിഴി. അതായിരിക്കും നല്ലത്. കൂലേ കൂലേ കുഴപ്പമില്ലല്ലേ? കുഴപ്പമില്ല. ഒന്നുകൂടി ദീർഘശ്വാസം വലിച്ചോ. കൂലി സിനിമയില് നമ്മുടെ ഉപേന്ദ്ര ഓൺ ബോർഡ് ആയിട്ടുണ്ട്. ഓക്കെ, ജോയിൻ ചെയ്തു അല്ലേ? ജോയിൻ ചെയ്തു. അപ്പോ സംഭവം ഒന്നുകൂടെ വലുതായില്ലേ? പിന്നെന്താ, കളി അങ്ങ് മാറ്റി പിടിച്ചില്ലേ? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഇത് വലിയ കളികളാണ് അല്ലേ? രജനികാന്ത്, ലോകേഷ് കനകരാജ്. നീ അത് മതി, എല്ലാവർക്കും അറിയാം. ഇനി അത് കയറ്റി ആ കിരീന്റെ വലിപ്പം അങ്ങോട്ട് എത്തിക്കാനുള്ള പ്ലാനിങ് അല്ലേ? അവിടേക്ക് ലവ് ആൻഡ് വാർ. ഓക്കെ. രൺബീർ കപൂർ, വിക്കി കൗശാൽ, ആലിയ ഭട്ട്, സഞ്ജയ് ലീല ബൻസാരി ഡയറക്ഷനിൽ വരുന്ന സിനിമയുടെ ഫസ്റ്റ് ഷൂട്ട് തുടങ്ങുന്നത് ഒക്ടോബറിലായിരിക്കും എന്നാണ് കേൾക്കുന്നത്. ഒക്ടോബർ 1 യെസ്. ഓക്കെ. അടിപൊളി. സ്ത്രീ 2 ലവ് ആൻഡ് വാർ. വയ്യ. അടുത്ത കിഴി അളിയോ. അടുത്ത കിഴി രേഖാചിത്രം. ആസിഫ് അലി നായകനാവുന്ന സിനിമ. നായിക നമ്മുടെ അനശ്വര രാജൻ. സിനിമ സംവിധാനം ചെയ്യുന്നത് ജോഫിൻ ടി ചാക്കോ. സിനിമ റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്യുന്നത് ഡിസംബറിലേക്ക്. പ്രീസ്റ്റിന് ശേഷം ജോഫിൻ ചെയ്യുന്ന സിനിമ കേട്ടോ. നല്ല സിനിമയായിരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ. ത്രില്ലർ അല്ലേ? ഇതിലല്ലേ മമ്മൂക്ക ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നു. അടുത്തത് അതിനകത്താണ് മറ്റേ 80s-ലല്ലേ, ഏത് സിനിമയായിരുന്നു? ഏതോ ദേവദൂതർ പാടി എന്ന് പറഞ്ഞ സിനിമയല്ലേ, കാതോട് കാതോരം. ആ സംഭവം, ആ ക്യാരക്ടർ അവിടെ സെറ്റിൽ വെച്ച് നടക്കുന്ന എന്തോ ഒരു ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട് അന്വേഷണം. അടുത്തത് ഓക്കെ, കങ്കുവ സിനിമ. സന്തോഷമല്ലാത്ത വാർത്തയാണ്, എന്നാലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. സിനിമ പോസ്റ്റ്പോൺ ചെയ്യുകയാണ് എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഒഫീഷ്യലി വന്നിട്ടില്ല. ഒക്ടോബർ 31, അതായത് ദീപാവലി റിലീസായിട്ട്. വിടുതലൈ പാർട്ട് 2, സ്ത്രീ, ലവ് ആൻഡ് വാർ, കങ്കുവ. പുല്ല് മേലേക്ക് സിനിമയുടെ പേരാണല്ലേ പുല്ല്. സിറ്റുവേഷൻ ചെയ്തും കിഴിയത് തന്നെയാണ്. പുല്ല്. പുല്ല് നമ്മുടെ സുഹൃത്തുക്കൾ ചെയ്ത ഒരു സിനിമയാണ്. അതായത് നമുക്ക് ഇൻസ്റ്റയിൽ മെസ്സേജൊക്കെ അയച്ച ഒരു ടീമാണ്. അവരുടെ ഒരു കൊച്ചു സിനിമയാണിത്. ഒരുപാട് അവാർഡുകളൊക്കെ നേടിയിട്ടുണ്ട്. അപ്പോൾ സിനിമ OTT വരുന്നുണ്ട്. ഡയറക്റ്റ് OTT ആണ്. സൈനാപ്ലേയിലാണ് ഇത് വരുന്നത് ഓഗസ്റ്റ് 30. അമൽ നൗഷാദാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനും. ഓക്കെ, അപ്പോൾ എല്ലാവിധ ആശംസകളും ബ്രോ. അടിച്ചു കയറി അപ്പോൾ ആ ഡയലോഗും പറയാൻ പറ്റാത്ത അവസ്ഥയിലപ്പോൾ നല്ലൊരു വിജയമാവട്ടെ സിനിമ. സത്യം പൊന്നെ, ഒരു വാക്ക് പോലും ഇപ്പൊ പറയാൻ പറ്റില്ലാത്ത അവസ്ഥയായി. എന്ത് ചെയ്താലും കണക്ഷനാ. ഗോട്ട്. ഇനി എന്തെങ്കിലും വേണോ? കഴിഞ്ഞോ? അമ്മ നിർത്തി. എടുത്ത് കൂലി എടുത്ത് പുല്ല്. ഗോട്ട് സിനിമയുടെ ഫസ്റ്റ്, അതായത് ഡ്യൂറേഷൻ, ഫസ്റ്റ് ഹാഫ് 1 മണിക്കൂറും 27 മിനിറ്റും ആയിരിക്കും. സെക്കൻഡ് ഹാഫ് 1 മണിക്കൂറും 33 മിനിറ്റും ആയിരിക്കും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഓക്കെ, കേൾക്കുന്നതല്ല, ഒഫീഷ്യലി സെൻസറിങ് കഴിഞ്ഞിട്ട് വന്നതാണ്. പിന്നെ വിജയകാന്തിന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ടൊരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. അതെന്തായാലും ഉറപ്പ് തന്നെ. ഇനി ധോണിന്റെ ബർത്ത്ഡേ എന്നാണ് ധോണിനോട് ചോദിച്ചു നോക്കണം, അല്ലെ ധോണി ഫാൻസിനോട് ചോദിച്ചു നോക്കണം. അല്ലെ ഗൂഗിളിനോട് ചോദിച്ചു നോക്കണം. പോരെ, സമാധാനമായില്ലേ? എന്താണെങ്കിലും കേരള തിയേറ്റർ ലിസ്റ്റ് ഏകദേശം 702 സ്ക്രീനിൽ സിനിമ റിലീസ് ചെയ്യുന്നതാണ് കേൾക്കുന്നത് കേട്ടോ. അതായത് ലിയോന്റെ മുകളിൽ 656 ആയിരുന്നു എന്ന് തോന്നുന്നു ലിയോ. അതിന്റെ മുകളിൽ 500, പക്ഷേ 600 എന്തായാലും ലിയോന്റെ മുകളിലാണ് അതായത് ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ വരുന്ന സിനിമ. മലയാളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന ചരിത്രത്തിൽ തന്നെ. അടിപൊളി. എന്തായാലും സെപ്റ്റംബർ 5 കാണാം. അതിനും ദളപതി വേണ്ടി വന്നു. അതെ, അടുത്ത കിഴി. ഓക്കെ, ചെറുക്കന്മാര് കേറി അടിച്ച് കേറും.
നോക്കട്ടെ, തിരിച്ചു വരും. സ്പിരിറ്റ് അങ്ങനെ ഇവിടെ ഉണ്ടാന്നുള്ളതാണ്. അവസാനം വരെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് സ്പിരിറ്റ് സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. സിനിമ 2025 ജനുവരിയിൽ ഷൂട്ട് തുടങ്ങും എന്നുള്ളതാണ് കേൾക്കുന്നത്. നമ്മുടെ പ്രഭാസ് നായകനാവുന്ന സിനിമയാണ്. സംവിധാനം മറന്നല്ലോ, ആരായിരുന്നു, എന്ത് റെഡ്ഡിയായിരുന്നു? സന്ദീപ് റെഡ്ഡി വാങ്ക. കിട്ടി, സന്ദീപ് റെഡ്ഡി വാങ്ക കേട്ടോ, അല്ലാണ്ട് സന്ദീപ് റെഡ്ഡി വാങ്ക. എന്തായാലും സിനിമ റിലീസിനെത്തുന്നത് 2026 ജനുവരി 1 ജനുവരിയിൽ. ഒരു വർഷത്തിനുള്ളിൽ സംഭവം വരും. നടക്കുമോ? ഇതല്ലാതെ സംഭവത്തിന്റെ ഇടയ്ക്ക് കൂടി കുറെ തെറ്റുകളൊക്കെ പറഞ്ഞിട്ടേ ഞാനേ അതിന്റെ കിരീടോ വലിപ്പം ഒന്ന് കുറയ്ക്കാൻ നോക്കുന്നുണ്ട്. കുറച്ച് സ്പിരിറ്റ് എന്നൊക്കെ പറയുമ്പോ ഇത്തിരി അത് വലുതാണ്, പക്ഷെ അത് വലുതായിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ വലിയ സിനിമകളുടെ എണ്ണം ഏറ്റവും കൂടുതൽ എടുക്കുന്ന ആരാണോ അവരാണ്. ഞാൻ ഒറ്റയിലേക്കൊക്കെ പോയിട്ട് അറിയാം. ഇന്ന് ഭയങ്കര വെറുപ്പിക്കലായിട്ട് നമ്മള് ഇന്നത്തെ എപ്പിസോഡ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇതേതാണ് ഈ രണ്ടും ഒരു മൊബൈലും തുറന്നു വെച്ചിട്ട്, മൊബൈലല്ലോ ക്യാമറയാണ്, അവർക്കറിയില്ലല്ലോ, അവര് വിചാരിക്കുന്ന എന്താണെങ്കിലും. അടുത്ത ഈ കിഴിയോടുകൂടി റഫത്തിന്റെ തലയിൽ ഒരു ആടിയിരിക്കും. മമ്മൂട്ടി അടിക്കുന്ന ശരി വലിച്ചു ഊരുമ്പോ ശ്രദ്ധിക്കണം, അത് വേണം. ലാലേട്ടൻ മമ്മൂക്ക മൂവി, മഹേഷ് നാരായണൻ മൂവി. അതില് സുരേഷ് ഗോപിക്ക് പകരമാണ് ലാലേട്ടൻ വരുന്നതെന്നൊക്കെ ഒരുപാട് സ്ഥലത്ത് വന്നായിരുന്നു. പക്ഷെ നമ്മൾ അപ്പോഴും പറഞ്ഞായിരുന്നു സുരേഷ് ഗോപിക്ക് പകരമല്ല, സുരേഷ് ഗോപിയും ഉണ്ടാവുന്നു. പക്ഷെ ഇപ്പൊ വരുന്ന റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് സുരേഷ് ഗോപിക്ക് പകരം തന്നെയാണ് ലാലേട്ടൻ സിനിമയിൽ ചെയ്യുന്നതെന്നാണ് കേൾക്കുന്നത്. ആ റൂമേഴ്സ് അല്ല, നമ്മളത് റൂമേഴ്സും അവരത് ശരിയായിരുന്നു എന്നുള്ള രീതിയിലാണ് വരുന്നത്. യെസ്. ഒന്നാമത് ഇന്നലെ സുരേഷ് ഗോപിനോട് പറഞ്ഞിട്ടുണ്ട്, പൈസ മേടിച്ചിട്ടുള്ള ഒരു പരിപാടി ചെയ്യാൻ പറ്റൂല, ഉദ്ഘാടനം സിനിമ ഒന്നും പ്രതിഫലം വാങ്ങിയിട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണല്ലോ. പിന്നെ തീർച്ചയായിട്ടും ഞാനെന്തിനാ ലീവ് എടുത്തത്? ഞാൻ പോലീസിൽ ഇരിക്കാതെ ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേറെ രീതിയിൽ വേറെ പരിപാടി ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെതായ പെർമിഷൻ വേണം. പക്ഷെ ആളുടെ ആഗ്രഹമൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. സിനിമയിൽ അഭിനയിക്കാണ്ടിരിക്കാൻ പറ്റൂല, അതിന്റെ പേരില് മന്ത്രിസ്ഥാനം പോവുകയാണെങ്കിലും ആള് ഹാപ്പിയാണെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. മനസ്സിലായി. പണി നടക്കൂല, മനസ്സിലായി. ആ പണി പോലെ സത്യം. ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല, പണി അറിയണം, അത് വേറെ കാര്യം. ഓക്കെ, അടുത്ത കിഴി നാനിയുടെ സരിപ്പോത് ശനിവാരം സിനിമ ഓഗസ്റ്റ് 29 റിലീസിനെത്തുന്നുണ്ട്. സിനിമയുടെ പ്രൊമോഷൻ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിൽ ആള് വന്നിട്ടുണ്ടായിരുന്നു, പ്രൊമോഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് നമ്മുടെ ചിദംബരമായിട്ടൊരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ജിത്തു ജോസഫുമായിട്ട് ഒരു സിനിമ ടോക്സിലുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസ്കഷൻ നടക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത് കേട്ടോ. ആള് തന്നെയാണ് പറഞ്ഞത്, നമ്മളല്ല. എന്താണെങ്കിലും വരട്ടെ. അപ്പം ഇന്നത്തെ കിഴി, ഇന്നത്തെ എന്ത് വീഡിയോ ആണോ അതൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ ഈ കിഴി എപ്പിസോഡിൽ എന്തൊക്കെയാണ് നമ്മുടെ വായിന്ന് വന്നിട്ടുള്ളതെന്ന്. അതിൻ്റെ ഇടയിൽ കൂടി നോർമലി നമ്മൾ പറയുന്ന സാധനങ്ങള് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ അത് ഇഷ്ടപ്പെടുന്നുള്ളൂ. അല്ലാത്ത ആൾക്കാരൊക്കെ ഒന്ന് വേഗം പറഞ്ഞിട്ട് പോടേന്ന് പറയുന്ന ആൾക്കാരാണ്. അതിന്റെ ഇടയ്ക്ക് അത് ശീലമായ ശരിയാവട്ടോ. ഞങ്ങളങ്ങനെ സഹിച്ച് അല്ല, നമ്മുടെ ഒരുവിധം കൂട്ടുകാരൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മളിങ്ങനെ സഹിച്ചാണ് അവരിപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്നത്. അതുപോലൊക്കെ തന്നെയാണ് നമ്മുടെ ഫാമിലി എന്ന് പറയുമ്പോഴും. നമ്മളെ സഹിച്ചിട്ട് വേണല്ലോ നമ്മുടെ കൂടെ നിൽക്കണമെങ്കിൽ. സഹിക്കുക. നിങ്ങളുടെ ഫാമിലിയിലുള്ള ഒരു തലതിരിച്ച രണ്ട് ചെറുപ്പക്കാരാന്നുള്ള രീതിയിൽ തള്ളിക്കളയാ. രണ്ട് വട്ടന്മാര് തള്ളിക്കളയരുത്, കൂടെ നിർത്തുക. അതെ, അതായത് അവരങ്ങനെയൊക്കെ വിചാരിക്കും തള്ളിക്കളഞ്ഞ എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡ് തള്ളിക്കളഞ്ഞു. ഇവന്മാരെ ഇനി വേണ്ട. അതായത് കുടുംബത്തില് വടക്കുള്ള രണ്ടാൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഉണ്ടാവും, എന്നാലും അതിൽ കൂടുതലും ഉണ്ടാവും. പക്ഷെ നമ്മുടെ ചോരനെ നമ്മൾ ഒരിക്കലും തള്ളിക്കളയില്ലല്ലോ. അതാണ് അങ്ങനെ കൂടെ ചേർത്ത് പിടിക്കണം. രക്തബന്ധം എന്ന് പറഞ്ഞാണല്ലോ, അത് ഭയങ്കരമായിരിക്കണം, കൂടെ നിക്കണം. പോവല്ലേ? അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ഒരു 100 സബ്സ്ക്രൈബേഴ്സെങ്കിലും പോകും. ഇന്നത്തെ